الله أكبر الله أكبر ولله الحمد. صلي سنة عيد الفطر ركعتين متوجها إلى القبلة أداء لله تعالى مع الإمام. ചെറുപെരുന്നാൾ നിസ്കാരം സുന്നത്ത്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇന്ന് നമ്മുടെ കൂടെ ഇതുപോലെ പള്ളിയിൽ ഒന്നിച്ചു കൂടേണ്ട ഈ ഒരു മനുഷ്യൻ ഇന്ന് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈദ് മുബാറക്ക്. ഏറെ സന്തോഷിക്കേണ്ട ഈ ഒരു ദിവസവും നമുക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ഇതുപോലുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെന്നും ടെൻഷനിലാണ്. വേദനിക്കുന്ന ഓരോ കുടുംബത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഈ ഒരു റമദാനിൽ പെരുന്നാൾ കൂടാൻ പറ്റാതെ മരണപ്പെട്ടവർ ഒത്തിരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് ഈ ഒരു സന്തോഷമുള്ള ദിവസം എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് നമുക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന, ഏറെ സങ്കടപ്പെടുത്തുന്ന, സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ്. ഇന്നലെ പെരുന്നാൾ മാസം കണ്ട് നഗരത്തിലാകെ തിക്കും തിരക്കുമാണ്. നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ആഘോഷവും ആർഭാടവും അതിരിവിടാൻ പാടില്ല. നമ്മളെ നിയന്ത്രിക്കുക. നമ്മളെ മറന്നുള്ള കളി കളിച്ചുകൂടാ. ശ്രദ്ധിക്കുക, ആഘോഷം വരുമ്പോൾ നമുക്ക് ആവേശം കൂടുകയാണ്, പിന്നെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണ് പല അബദ്ധങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇന്നലെ ആ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഒരു കുടുംബത്തിന്റെ വെളിച്ചമാണ് കെട്ടുപോയത്. കുടുംബത്തിന് വേണ്ടി പെടാപ്പാട് പെടുന്ന ഈ ഒരു മനുഷ്യൻ, റഫീഖ് എന്ന് പറയുന്ന 51 വയസ്സുകാരൻ, ഇന്നലത്തെ ആ തിരക്ക് പിടിച്ച ദിവസത്തിൽ പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്കൊക്കെ പെരുന്നാൾ വസ്ത്രവും എടുത്ത് സക്കാത്ത് കൊടുക്കാനുള്ള പൈസയും ഏൽപ്പിച്ച് ജോലിക്ക് പോയതാ. എന്താ ജോലി? റഫീഖിന്റെ ജോലി ഇറച്ചിവെട്ടായിരുന്നു. ഇന്നലെ മാസം കണ്ടതും എല്ലായിടങ്ങളിലും തിരക്കുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുക ഇറച്ചിക്കടകളിലാണ്. അവരവരുടെ ദേഹം പോലും നോക്കാതെ ഇങ്ങനെ ആടുപോലെ പണിയെടുക്കുക. ഒന്നിനുമല്ല, കുടുംബത്തിന് വേണ്ടി. അവർക്കൊക്കെ ഈ ഒരു സമയത്താണ് 10 രൂപ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ റഫീഖിന്റെ കടയിലും തകൃതിയായ കച്ചവടമായിരുന്നു. പെരുന്നാളിന്റെ കച്ചവട തിരക്കിനിടയിൽ ഇറച്ചിക്കടയിൽ പോത്തിനെ വെട്ടുന്നതിനിടെ റഫീഖിന്റെ കത്തി കയ്യിൽ നിന്നും സ്ലിപ്പായി കാലിലെ തുടയിലേക്ക് തറച്ചു കയറുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇറച്ചി വെട്ടുന്ന കത്തിയായതുകൊണ്ട് തന്നെ നല്ല മൂർച്ചയും കാണും. നല്ല ആയത്തിലുള്ള മുറിവായിരുന്നു. ആ കടയിൽ ഇന്നലെ വൻ തിരക്കായിരുന്നു. ആ ഒരു തിരക്കിനിടയിൽ സ്വന്തം ദേഹം പോലും നോക്കാതെ ജോലി ചെയ്യുകയായിരുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നത് പാണ്ടിക്കാട് ചെമ്പ്രാശ്ശേരിയിലായിരുന്നു. ഏറെ സന്തോഷത്തോടെ ആഹ്ലാദിക്കുന്ന ആ നാടിന്ന് സങ്കടത്തിലായി. കാലിലെ മുറിവ് ആളെ കൊല്ലുമെന്ന് ആരും കരുതിയില്ല. അത്രക്ക് വലിയ മുറിവായിരുന്നു. അതിദാരുണമായ മരണമാണ് റഫീഖിന് സംഭവിച്ചത്. റഫീഖിന്റെ ആയത്തിലുള്ള ആ മുറിവിൽ നിന്നും അമിതമായി രക്തം വാർന്നു പോയാണ് റഫീഖിന് മരണം സംഭവിക്കുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലെത്തിയിരുന്നു. അപ്പോൾ എത്രത്തോളം രക്തം വാർന്നൊഴുകിയിട്ടുണ്ടാകും? അത്രക്ക് ആയത്തിലുള്ള മുറിവായിരിക്കും. ഇന്ന് നമ്മോടൊപ്പം സന്തോഷിക്കേണ്ട റഫീഖിന്റെ കുടുംബം ഏറെ സങ്കടത്തിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് ഒരു മരണം സംഭവിച്ചിരുന്നു. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു. ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ചെറിയ മോനായിരുന്നു. 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഉപ്പ മരണപ്പെട്ടതായിരുന്നു. അവർ 2 മക്കളായിരുന്നു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഉപ്പ മരണപ്പെട്ടതോടെ എല്ലാ ബാധ്യതകളും ഈ 22 വയസ്സുകാരൻ്റെ തലയിലായി. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നല്ലൊരു മോനായിരുന്നു. പെരുന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി നോമ്പും നോറ്റ് കഷ്ടപ്പെടുകയായിരുന്നു. പെരുന്നാളിൻ്റെ തലേ ദിവസം വരെ ജോലി തിരക്കിലായിരുന്നു. ജോലി തിരക്കിനിടയിൽ ആ പൊന്നുമോന് സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ പെരുന്നാൾ മാസം കണ്ടതും പിന്നെ ആ ഒരു സമയത്ത് ആ പൊന്നുമോന് തിരക്കിലായി. അങ്ങനെ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി, ഉമ്മ ഞാൻ പെരുന്നാൾ വസ്ത്രം വാങ്ങിക്കട്ടെ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് പോയതാ. പിന്നെ ആ പൊന്നുമോൻ തിരിച്ചു വരുന്നത് 3 കഷണം വെള്ള പുതച്ചായിരുന്നു. ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഞാൻ ഇന്ന് വിവരിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം ഏറെ സങ്കടത്തിലായിരിക്കും.
അതുകൊണ്ട് തന്നെ അധികമൊന്നും ഞാൻ പറയുന്നില്ല. ആക്സിഡൻ്റായി ആ പൊന്നുമോൻ മരണപ്പെട്ടു. അധികം ആളുകൾക്കും ഉള്ളതാണ്. നമുക്കൊക്കെ ഡ്രസ്സ് എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും എത്ര സമയം ലഭിച്ചാലും നമുക്ക് സമയമുണ്ടാവില്ല. അവസാനം പെരുന്നാളിൻ്റെ മാസം കണ്ടതിന് ശേഷമായിരിക്കും ഇതിനൊക്കെ വേണ്ടി ഓടുക. പിന്നെ നമ്മൾ നമ്മളെ തന്നെ മറന്നു ഓടുകയാണ്. നഗരത്തിലൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നതാണ് ചീറിപ്പായുന്ന വാഹനങ്ങൾ, പലയിടങ്ങളിലും ബ്ലോക്ക്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പടച്ചറബ് നമ്മുടെയൊക്കെ പാപങ്ങളൊക്കെ പുറത്തു നൽകട്ടെ. നമ്മുടെയൊക്കെ നോമ്പും സ്വതക്കയും പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകുമാറാകട്ടെ. നമ്മുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം പടച്ചറബ് സന്തോഷത്തിലാക്കി തരട്ടെ, റാഹത്തിലാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അർഹമുറഹീമായ റബ്ബേ, പടച്ചറബ്ബേ, റഫീഖ് എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. നല്ലൊരു മാസം, നല്ലൊരു ദിവസമാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. പുണ്യ റമളാനിന്റെ പ്രതിഫലം മുഴുവനും അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളിൽ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ നോമ്പും സ്വതക്കയും ഒക്കെ നീ സ്വീകരിക്കണമേ റബ്ബേ. നമ്മുടെയൊക്കെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി തരണേ റബ്ബേ, സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ട റഫീഖിന്റെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Allahu Akbar walillahil hamd. Allahu Akbar walillahil hamd.